സിനിമാ നിർമ്മാതാവ് സാന്ദ്ര തോമസ് പെപ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ കേസ് കൊടുത്തു. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ പെപ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരായിട്ട് കേസ് എടുത്തു കഴിഞ്ഞു. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണനും രണ്ടാം പ്രതി നിർമ്മാതാവ് ആൻഡ്രോ ജോസഫുമാണ്. സിനിമാ മേഖലയിലെ പൊതുവെ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ നിലനിൽക്കുന്ന സന്ദർഭത്തിലാണ് പ്രൊഡ്യൂസറായ സാന്ദ്ര തോമസ് ബി ഉണ്ണികൃഷ്ണനെതിരായി ആരോപണം ഉന്നയിച്ചത്. ഇപ്പോൾ കുറേ ദിവസങ്ങളായി അതിങ്ങനെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുകയായിരുന്നു. ഹേമ കമ്മിറ്റി മുമ്പാകെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് മൊഴി കൊടുത്തത് ആണ് പ്രശ്നമായതെന്ന് സാന്ദ്ര തോമസ് പറയുന്നു. അതിനുശേഷം തന്നെ ഒറ്റപ്പെടുത്താൻ സിനിമാ നിർമ്മാതാവ് ടെക്നീഷ്യന്റെ സംഘടനയായ പെപ്ക എടുത്തിട്ടുള്ള തീരുമാനമെന്നാണ് അവരുടെ ആരോപണം. തന്നെ പൊതുമധ്യത്തിൽ അപമാനിച്ചു അയാൾ എന്നാണ് അവരുടെ പരാതി. രണ്ട് പ്രതികളുണ്ട്. ബി ഉണ്ണികൃഷ്ണനും സിനിമാ നിർമ്മാതാവ് ആൻഡ്രോ ജോസഫും പ്രതിയായിട്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കേസെടുത്തു കഴിഞ്ഞു. അവരെ സിനിമാ മേഖലയിൽ അവരെ ഒറ്റപ്പെടുത്തി അവരെ സിനിമ നിർമ്മിക്കാൻ ഇനി താൻ അനുവദിക്കത്തില്ല എന്ന് പലരോടും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതായിട്ടാണ് ആരോപണം. പൊതുജന മധ്യത്തിൽ തന്നെ അപമാനിച്ചു സംസാരിച്ചു എന്നും അവരുടെ പരാതി പറയുന്നുണ്ട്. ഏതായാലും ഹേമ കമ്മിറ്റി കൊടുത്ത മൊഴിയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അവർ ആരോപിക്കുന്നത്. അവരുമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, അവർ സിനിമ നിർമ്മിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ ബി ഉണ്ണികൃഷ്ണൻ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. എന്തായാലും രണ്ടുപേർക്കും എതിരായിട്ടുള്ള കേസ് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ എടുത്തിട്ടുണ്ട്. ഇനി ഇവരെ രണ്ടുപേരെയും, ഉണ്ണികൃഷ്ണനെയും നിർമ്മാതാവ് ആൻഡ്രോ ജോസഫിനെയും പോലീസ് ചോദ്യം ചെയ്യും. അവർക്ക് എതിരായി പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ അവരുടെ മൊഴി മാത്രമല്ല, അതിൽ ചിലപ്പം സാന്ദ്ര തോമസിന്റെ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടാവും. ആ ഡിജിറ്റൽ എവിഡൻസ് മതി, സാക്ഷികളൊന്നും വേണ്ട. ഏതായാലും അവർ കൊടുത്ത ഈ പരാതിക്കെതിരായി ഇപ്പം പെപ്ക അവരുടെ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇവരെ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയായ പെപ്കയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നടപടിയെ അവർ കോടതിയിൽ പോയി സ്റ്റേ ചെയ്തിട്ടുമുണ്ട്. സാന്ദ്ര തോമസ് യാതൊരു പ്രശ്നവും ഇന്ന് വരെ ഇല്ലെന്നുള്ള ഒരു സ്റ്റാൻഡിലാണ് ബി ഉണ്ണികൃഷ്ണനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും നിൽക്കുന്നത്. അടുത്ത കാലം വരെ അവരുമായിട്ട് നല്ല ബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കലും അവരെ മോശമായി എങ്ങും പറഞ്ഞിട്ടില്ല. സിനിമാ മേഖലയിൽ നിന്ന് അവരെ ഒറ്റപ്പെടുത്തിയിട്ടില്ല. അവർക്ക് ഇനി സിനിമ എടുക്കുന്നതിന് തടസ്സമില്ല. പക്ഷെ തന്നെ സിനിമാ മേഖലയിൽ സിനിമ എടുക്കാതിരിക്കാനുള്ള സർവ്വതന്ത്രങ്ങളും അവർ പ്രയോഗിക്കുകയാണ് എന്നാണ് ഇവരുടെ ആരോപണം. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്ത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഒരു ഓർഡർ ഇറക്കി. പരാതി ഇല്ലാത്തവരെ എന്തിനാണ് കേസെടുക്കുന്നതെന്ന്, പരാതിയില്ലെങ്കിൽ അതിന് നടപടി വേണ്ട എന്നുള്ള രീതിയിലാണ് ഹൈക്കോടതിയുടെ ഓർഡർ വന്നിരിക്കുന്നത്. എന്തായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പല കേസുകളും എടുത്തു കഴിഞ്ഞു. പല കേസുകളും എടുത്തെങ്കിൽ അതിനൊരു പ്രോഗ്രസ് ഇതുവരെ ഉണ്ടാകുന്നില്ല. ചില ആൾക്കാർ മൊഴി കൊടുക്കാൻ തയ്യാറല്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിൽ. കാരണം ഇതൊന്നും വെളിയിൽ വരുന്ന കാര്യങ്ങളല്ല, എന്നാലും വസ്തുതകൾ ഹേമ കമ്മിറ്റി മനസ്സിലാക്കിക്കോട്ടെ എന്ന് കരുതിയാണ് പലരും അവിടെ പോയി അവരെ കണ്ടതും മൊഴി രേഖപ്പെടുത്തിയതെന്നാണ് ഇവർ പലരും പറയുന്നത്. പലർക്ക് ആ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. തങ്ങൾക്ക് നേരിട്ട അനുഭവങ്ങൾ, അപമാനങ്ങൾ അവർ ഹേമ കമ്മിറ്റി പോയി പറഞ്ഞതേ ഉള്ളൂ. അതിന് ആ എതിർ കക്ഷികൾക്കെതിരായി കേസ് രജിസ്റ്റർ ചെയ്യണോ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ അതിനെ ശ്രമിച്ചുമില്ല, ഞങ്ങളത് ആ വിവരം അവിടെ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഞങ്ങളുടെ പുറകെ നടന്ന് ഇനി നിങ്ങളാരും കേസെടുക്കേണ്ട SITക്ക് ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ട് പല സിനിമാ നടന്മാരും നടികളും. അതുകൊണ്ട് ഇപ്പം വരുന്ന ഈ ഒരു വിവാദം ഹേമ കമ്മിറ്റി മുമ്പാകെ പെപ്കയുടെ മെമ്പറായ സാന്ദ്ര തോമസ് മുൻകൂർ ഇവരെ നിന്ന് അനുവാദം വാങ്ങണോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അവരെ എന്തിനാണ് ഡിസിപ്ലിനറി ആക്ഷൻ എടുത്തതെന്ന് മനസ്സിലാകുന്നില്ല. അവരും ഒരു നിർമ്മാതാവാണ്, അവര് പെപ്കയുടെ അംഗവുമാണ്. പിന്നെ എന്ത് കാരണത്തിലാണ് അവരെ സസ്പെൻഡ് ചെയ്യാൻ തുനിഞ്ഞത്? എന്തായാലും സാന്ദ്ര പറയുന്നത്
തന്നെ സിനിമാ മേഖലയിൽ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു, താൻ ഇനി സിനിമ എടുക്കാൻ ആരും അനുവദിക്കത്തില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ് അവര്. അങ്ങനെയൊന്നും ഇല്ല എന്നും പെപ്ക പറയുന്നു.